കണ്ടു. ജയന്തി, ജയന്തി. ആന്റി, നീ എന്താ മുറ്റത്തിറങ്ങി നിന്ന് സ്വപ്നം കാണുകയാണോ? സ്വപ്നം കാണുന്നതല്ല ആന്റി, പുരാണ കഥകൾ ആലോചിക്കായിരുന്നു. പുരാണ കഥകൾ ആലോചിക്കുന്നോ? ആ, പുരാണത്തിൽ ഭർത്താവിന് പെണ്ണ് ആലോചിച്ച് നടക്കുന്ന ആരെങ്കിലും ഉണ്ടോന്ന് ആലോചിക്കായിരുന്നു. ഏത് പുരാണ കഥ? മഹാഭാരതോ അതോ രാമായണോ? ഞാൻ വായിച്ചിട്ടുള്ള ബാലരമയിലും കളിക്കുടുക്കയിലും ഭർത്താവിന് പെണ്ണ് ആലോചന നടക്കുന്ന ഒരു ഭാര്യയെ കുറിച്ചും ഞാൻ വായിച്ചിട്ടില്ല. അയ്യോ, മായാവിയും കളിക്കുടുക്കയൊക്കെ ആണോടി പുരാണ കഥകൾ? ഒറ്റ ചവിട്ട് വെച്ചെന്നാലുണ്ടല്ലോ. അല്ല, ഞാൻ ഈ കല്യാണിയുടെ കാര്യം ആലോചിച്ചപ്പോ പുരാണത്തിലേക്ക് ചിന്തകൾ പാളിപ്പോയതാ. അതിന് നീ ഇങ്ങനെ മഞ്ഞുകൊണ്ട് ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ല. ആലോചനകളല്ല, സംശയങ്ങളാ. ഇനി ആ കല്യാണം നടന്നില്ലെങ്കിൽ യോഗ്യതയുള്ള പുതിയ മരുമകൾ തൃച്ചംബരത്തിന്റെ അധികാരം ഏറ്റെടുത്തിട്ടില്ല എങ്കിൽ ശിവരാമേട്ടൻ മരിക്കുമെന്ന ഇളയച്ചൻ സ്വാമികളുടെ പ്രവചനം. അതുകൊണ്ട് എന്ത് വില കൊടുത്തും അഖിലേച്ചി ഈ കല്യാണം നടത്തും. പക്ഷേ നമുക്ക് നല്ലത് ഈ കല്യാണം നടക്കാതിരിക്കുന്നതാ. ശിവരാമേട്ടൻ മരിക്കുകയും ആ ദുഃഖത്തിൽ അഖില തലതല്ലി ചാവുകയും ചെയ്യും. പിന്നെ തൃച്ചംബരത്തിന്റെ അധികാരിയായി മാറുന്നത് ഞാനാ. അങ്ങനെ എങ്ങനെ സംഭവിച്ച ആ കിച്ചണിൽ ഞാനങ്ങ് കൊറേ ജോലിക്കാരെ നിയമിക്കും. പക്ഷേ അപ്പൊ ഒരു കുഴപ്പം, ഈ കല്യാണം നടന്നില്ലെങ്കിൽ കല്യാണിയുടെ കണ്ണീര് കാണാൻ പറ്റില്ല. ഓ, അങ്ങനൊരു പ്രശ്നമുണ്ടല്ലോ. എങ്ങനെയും എന്തായാലും ഈ കല്യാണ പദ്ധതി അലങ്കോലാക്കണം. കല്യാണി ഒഴിഞ്ഞു പോവുകയും വേണം. അതിനുള്ള വഴിയാ ഞാൻ ആലോചിക്കുന്നത്. അല്ല, മഹാശല്യമാണെങ്കിലും ആ ഓപ്പോളമ്മയെ ഒന്നുകൂടി വിളിച്ചാലോ? ആന്റി, ഒളപ്പമ്മ വന്നാ എന്റെ ചെവിക്കുറ്റിക്ക് റെസ്റ്റ് ഉണ്ടാവില്ല. മാത്രമല്ല, ആന്റിയെ അവര് കുഞ്ഞുമോളെന്ന് വിളിക്കുകയും ചെയ്യും. വല്ലയിടത്തും ഇരിക്കുന്ന മാരണത്തിനെ കാശ് കൊടുത്ത് വിളിച്ചു വരുത്തേണ്ട വല്ല കാര്യമുണ്ടോ? മാരണമാണെങ്കിലും ഓപ്പോളമ്മ വന്നാ അഖിലയുമായിട്ടൊരു കടിപിടി ഉണ്ടാകും. ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. അവര് വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. അവരങ്ങനെ പെട്ടെന്നൊന്നും കിട്ടാൻ പോകുന്നില്ല ആന്റി. എനിക്കതല്ല സംശയം. കല്യാണി ആനന്ദേട്ടനെ കൊണ്ട് വേറൊരു കല്യാണം കഴിപ്പിക്കോ? കഴിപ്പിച്ചാ തന്നെ അവൾ ഇവിടം വിട്ട് പോകൂ. കല്യാണം കഴിക്കുന്ന പെണ്ണ് കുഴപ്പക്കാരിയാണെങ്കിൽ ആന്റിയുടെ അവസ്ഥയൊക്കെ എന്തായിരിക്കും? അല്ല, നമ്മൾ ആലോചിക്കുമ്പോ എല്ലാം ആലോചിക്കണമല്ലോ. ആന്റി ഒന്ന് ആലോചിച്ച് നോക്കിയേ. കല്യാണി, ഞാൻ നിന്നെ കാണണമെന്ന് കരുതി നിൽക്കുകയായിരുന്നു. ഒരു നിമിഷം ഒന്ന് വരാം. വാ. നിന്റെ ഉയർന്ന മനസ്സും നിറഞ്ഞ ഹൃദയവും തിരിച്ചറിഞ്ഞിട്ടുള്ളവരാണ് തൃച്ചംബരത്തുള്ളവരല്ല. സൽസ്വഭാവം കൊണ്ട്
ഒരു ദേവതയെപ്പോലെ വിളങ്ങുന്ന നീ തൃച്ചംബരത്തെ മൂത്ത മരുമകളായതിൽ ഏറ്റവും കൂടുതൽ അഭിമാനിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ഈ ഗുണങ്ങളെല്ലാം ഉണ്ടായിട്ടും എന്നും കണ്ണീര് കുടിക്കേണ്ട അനുഭവങ്ങളാണ് നിനക്കുണ്ടായിട്ടുള്ളത്. അത് നിസ്സഹായനായി നോക്കി നിൽക്കേണ്ടി വന്ന നിർഭാഗ്യവനായ ഒരു അച്ഛനാണ് ഞാൻ. എങ്കിലും ഇതെല്ലാം മാറും, നിനക്കൊരു നല്ല കാലം തേടി വരും എന്നെന്റെ അനുഭവങ്ങൾ എന്നോട് പറയുന്നു. ഒരു രാത്രിയും പുലരാതിരുന്നിട്ടില്ല. ഇത്രയൊക്കെ ഞാൻ ആമുഖമായി പറഞ്ഞത് മറ്റൊന്നിനുമല്ല. നീ ഒരിക്കലും അബദ്ധം കാണിക്കരുത്. ഒരാളോടുള്ള സ്നേഹം അവസാനിക്കുന്നിടത്തു നിന്നും അയാളെ തന്നെ വീണ്ടും സ്നേഹിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ, മറ്റൊരാളെ ആ സ്ഥാനത്തിൽ കാണാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഒരു കുറ്റബോധവും വേണ്ട. കാരണം നിങ്ങളുടെ സ്നേഹം സത്യമുള്ളതായിരുന്നു, ഗുരുവചനമാണ്. ഇവിടെ പരസ്പരമുള്ള സ്നേഹം അറിഞ്ഞുകൊണ്ട് നിഷേധിക്കപ്പെടുകയാണ്. നിന്റെയും ആനന്ദിന്റെയും മനപ്പൊരുത്തം മനസ്സിലാക്കിയ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഞാൻ ചോദിക്കുകയാണ്, മനസ്സുകൊണ്ട് ആനന്ദിനെ മറക്കാൻ കല്യാണിക്ക് കഴിയുമോ? എന്റെ ജീവൻ നിലനിൽക്കാൻ വേണ്ടി നീ ചെയ്യാൻ പോകുന്നത് ഒരു ആത്മബലിയാണ്. അതിന് നീ തയ്യാറാകരുത് മോളെ. ഞാൻ എന്റെ ജീവിതം ജീവിച്ച് തീർക്കാൻ പോകുന്ന ഒരാളാണ്. ഇടവേളയും കഴിഞ്ഞ് പരിസമാപ്തിയിലേക്ക് എത്തുകയാണ് എന്റെ ജീവിത നാടകം. പക്ഷേ നീയും ആനന്ദും ജീവിതം ആരംഭിച്ചിട്ടേ ഉള്ളൂ. അത് മനോഹരമായി ജീവിച്ച് അവസാനിപ്പിക്കണം. നിങ്ങൾക്ക് നിറയെ സ്വപ്നങ്ങളുണ്ടാകും, അതെല്ലാം സാക്ഷാത്കരിക്കണം. നിനക്ക് ഉത്തരവാദിത്തങ്ങളുണ്ട്. അനിയൻകുട്ടനെ പഠിപ്പിച്ച് അവൻ കണ്ട സ്വപ്നങ്ങളിലേക്ക് അവനെ എത്തിക്കണം. അപ്പോൾ അവിവേകം കാണിച്ച് നീ ഒറ്റയ്ക്കായി പോയാൽ കരകാണ കടലാണ് മോളെ ജീവിതം. നീ ഒറ്റയ്ക്ക് തുഴഞ്ഞാൽ ഒരു കരയിലും നിന്റെ തോണിച്ച് നടക്കില്ല. അതുകൊണ്ട് ഇവിടെ വച്ച് നീ എനിക്ക് ഉറപ്പു തരണം. നീ എടുത്തിരിക്കുന്ന തീരുമാനത്തിൽ നിന്ന് നീ പിന്മാറണം. ഇല്ല സർ, ഞാൻ ഈ തീരുമാനത്തിൽ നിന്ന് പിന്മാറില്ല. എന്തുകൊണ്ട്? പറയൂ, എന്തുകൊണ്ട്? സാറിന്റെ ജീവൻ എനിക്ക് എന്നെക്കാളും വലുതാണ്. ആ ജീവൻ തകർത്തു കളഞ്ഞ എനിക്ക് മരിച്ചാലും പുണ്യം കിട്ടില്ല. നീ പരലോകത്ത് പുണ്യം തേടി പോകുമ്പോ ഇഹലോകത്ത് കിടന്ന് നരകിക്കുന്നത് എന്റെ പൊന്നുമകൻ ആനന്ദായിരിക്കും. അതറിയോ നിനക്ക്? ശരി, ഞാൻ മറ്റൊരു ചോദ്യം ചോദിക്കട്ടെ. വരാൻ പോകുന്ന കല്യാണത്തിന് മുമ്പ് എന്റെ ഹൃദയസ്പന്ദനം നിലച്ചു പോയാൽ നീ നിന്റെ വാക്ക് മാറും? പറയൂ, ഈ കല്യാണത്തിന് മുമ്പ് ഞാൻ മരിച്ചു പോയാൽ നീ നിന്റെ നിലപാട് മാറ്റുമോ എന്ന്? എന്റെ ജീവൻ സംരക്ഷിക്കാൻ വേണ്ടിയാണല്ലോ ഇങ്ങനെ ഒരു കർമ്മത്തിന് നീ മുതിരുന്നത്. അതുകൊണ്ട് എനിക്കൊരു ഉത്തരം കിട്ടണം. ദൈവനിശ്ചയം ആരെല്ലാം മാറ്റാൻ കഴിയില്ലല്ലോ. കല്യാണി,
എന്തു പറ്റി സുബ്രഹ്മണ ഈ കല്യാണി ചേച്ചിക്ക്? എനിക്കറിയില്ല ബാസി, അവൾ മഹാത്യാഗിയായി മാറുകയല്ലേ. ഭാവിയിൽ ഭർത്താവിന്റെ അച്ഛന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഭർത്താവിനെ തന്നെ ഉപേക്ഷിച്ച ആദർശ വനിതയെന്ന് ലോകം പ്രകീർത്തിച്ചേക്കാം. മനുഷ്യരിൽ ഇങ്ങനെയും പമ്പർ വെടികളുണ്ടോ? കല്യാണി ചേച്ചി ഇങ്ങനൊരു തീരുമാനമെടുത്താലും തൃച്ചംബരത്തുള്ള മറ്റുള്ളവർ അത് വിലക്കണ്ടേ? അരവിന്ദൻ, നന്ദനെ, ശിവരാമൻ അങ്കളും ഒക്കെ അതിനെ എതിർക്കുന്നുണ്ട്. പക്ഷേ കല്യാണി ആ തീരുമാനമായി ഇറങ്ങി തിരിച്ചിരിക്കുമല്ലേ. എന്തായിരിക്കുമല്ലേ ആനന്ദേട്ടന്റെ അവസ്ഥ? അവൻ ഉരുകി തീരുമാനിക്കും. പാവം, അവൻ എന്ത് ചെയ്യാൻ പറ്റും? സ്വന്തം അച്ഛന്റെ ജീവന് വേണ്ടിയാ ഭാര്യ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. അവന് കല്യാണിയോട് വല്ലതും പറയാൻ പറ്റുമോ? എന്തായാലും അഖിലാന്റിയുടെ ആഗ്രഹം പോലെ കാര്യങ്ങൾ എത്തുകയാണ്. തൃച്ചംബരത്ത് കുലമഹിമയുള്ള ഒരു മൂത്ത മരുമകൾ വരണം. ഇതൊക്കെ കണ്ടിട്ട് കാര്യങ്ങൾ അങ്ങനെ തന്നെ എത്തുന്ന എനിക്ക് തോന്നുന്നത്. എത്രയായി? അത് 70. എന്താ കല്യാണി ചേച്ചി വിശേഷങ്ങൾ? എന്തിനാ ഞങ്ങൾ ഇവിടെ ഉണ്ടാവണമെന്ന് വിളിച്ചു പറഞ്ഞത്? എനിക്ക് സുബ്രഹ്മണ്യനോടും ബാസിയോടും ഒരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. കല്യാണിച്ച് പറഞ്ഞു. അത് തൃച്ചംബരത്തേക്ക് വരാൻ എല്ലാ അർത്ഥത്തിലും യോഗ്യതയുള്ളൊരു പെണ്ണ് വേണം. വലിയകുഞ്ഞിന്റെ ഭാര്യയാവാനാണ്. അതിന് നിങ്ങൾ രണ്ടുപേരും എന്നെ ഒന്ന് സഹായിക്കണം. എനിക്ക് വേറെ പണിയുണ്ട്. സർക്കാർ ഓഫീസിലാണ് എനിക്ക് ജോലി. ഞാൻ ഫാസി എന്താ ബ്രോക്കർമാരാണെന്ന് കരുതിയോ പെണ്ണ് അന്വേഷിച്ച് നടക്കാൻ? ബ്രോക്കർ പണി അധിക്ഷേപിച്ചതല്ല. ഓരോരുത്തരോട് സംസാരിക്കുമ്പോ അവരുടെ തൊഴിൽ എന്താണെന്ന് അന്വേഷിക്കണം. അത് വേണ്ട. ഒരിക്കൽ അവന്റെ ഒരു കല്യാണത്തിന് കൂട്ടുനിന്നതാ ഞാൻ. അവൻ കണ്ടെത്തിയ ഒരു പെണ്ണിനെ രജിസ്റ്റർ കച്ചേരി വെച്ച് കെട്ടിച്ചു കൊടുത്തതാ. അതിന്റെ ഒരു സാക്ഷി ഞാനായിരുന്നു. അവൻ അവളുടെ കഴുത്തിൽ താലിയും കെട്ടി. പുകമുറ സൃഷ്ടിച്ച് അതിന് അവസരം ഒരുക്കി കൊടുത്തത് ഞാനായിരുന്നു. കല്യാണി എന്നായിരുന്നു ആ പെണ്ണിന്റെ പേര്. അന്തസ്സും സംസ്കാരമുള്ള ദാസ് എന്ന ഡ്രൈവറുടെ മകളായിരുന്നു ആ പെണ്ണ്. എന്താ അവളിപ്പോ അവന്റെ ഭാര്യയായി കൂടെയില്ലേ? അതോ ആ കല്യാണി ചത്തുപോയോ? സുബ്രഹ്മണ, വിവാഹം എന്ന് പറയുന്നത് കമ്പോളത്തിൽ നിന്ന് പച്ചക്കറിയും പലവ്യഞ്ജനങ്ങളും മേടിക്കുന്ന പോലെ ഒരു നിസ്സാര കാര്യമല്ല. അത് മനസ്സിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ നോക്കിയുള്ള ഒരു കണ്ടെത്തലാണ്. മരണം വരെ വിട്ടുവീഴ്ചയോടെയും സ്നേഹത്തോടെയും ജീവിച്ചോളാം എന്നുള്ളൊരു വ്യവസ്ഥയാണ്. ഭാരതീയ ആചാരമനുസരിച്ച് ഒരു പുരുഷന് ഒരു പെണ്ണെന്നാണ് പ്രമാണം. അതാണ് ഇവിടുത്തെ സംസ്കാരം. ഇതിപ്പോ ഭർത്താവിനെ കൊണ്ട് വീണ്ടും കെട്ടിക്കാൻ ഭാര്യ തന്നെ തുനിഞ്ഞിറങ്ങിയിരിക്കുന്നു. വിചിത്രം തന്നെ. ആ കുടുംബത്തിൽ എന്റെ ആത്മസുഹൃത്ത് ഒരു ജീവശവം പോലെ ഇരിപ്പുണ്ട്. അവനെ കാണാനുള്ള ത്രാണി എനിക്ക് പോലുമില്ല. അവനോട് എന്തിനീ ക്രൂരത കാണിക്കുന്നു കല്യാണി? നിന്നെ സ്നേഹിച്ചു പോയതാണ് അവൻ ചെയ്ത തെറ്റ്. അവനൊരു മനുഷ്യനാണ്. സഹനശക്തിക്ക് ഒരു അതിരില്ലേ? ഞാൻ എന്റെ മനസ്സ് കാണാത്തത് മനസ്സിലാക്കിയെടുത്തോളം മതി. എന്തായാലും അവനെ കൊല്ലാതെ കൊല്ലിയാണ് കല്യാണി. നീ ഓർമ്മിച്ചോ? വാടാ.
സമാധാനമായിട്ട് ഇരിക്ക അരവിന്ദ്. എന്ത് സമാധാനമാണ്? എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാവും. എന്ത് പരിഹാരം? ബ്രോയുടെ കാര്യം ആലോചിക്കുമ്പോ എന്റെ ഉള്ളു നീറുക. കല്യാണി വലിയൊരു ത്യാഗത്തിനാ തയ്യാറാവുന്നത്. എന്ത് ത്യാഗം? ഇതാണോ വലിയ ത്യാഗം? കെട്ടിയ പുരുഷനും മറന്നുകൊണ്ട് അയാൾക്ക് വേണ്ടി മറ്റൊരു കല്യാണം ആലോചിച്ചെടുക്കുന്നതിൽ എന്ത് ത്യാഗമാണ്? അതിനി എന്ത് ത്യാഗമാണെങ്കിലും അത് അംഗീകരിക്കാൻ ഞാൻ തയ്യാറല്ല. നോക്കിക്കോ, എന്ത് വില കൊടുത്താ നീക്കം ഞാൻ തടയും. കല്യാണി ഇവിടെ അങ്കിളുടെ ജീവനാ വില കൊടുക്കുന്നത്. അത് ആ വഴിക്ക് ചിന്തിക്കുമ്പോൾ ഒരു പക്ഷെ ശരിയായിരിക്കാം. പക്ഷെ അതിന് ഈ വഴിയല്ല തെരഞ്ഞെടുക്കേണ്ടത്. ഇവിടെ എത്രയോ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ് ഉണ്ട്. ഇനിയിപ്പോ ഇവിടെ പറ്റിയില്ലെങ്കിൽ ലോകത്ത് ഏത് കോണിൽ കൊണ്ടിട്ട് ഞാൻ എന്റെ അച്ഛനെ കൊണ്ട് ചികിത്സിക്കില്ലേ? നന്ദന, ഉള്ള കാര്യം പറയാലോ, ഇതൊക്കെ അന്ധവിശ്വാസം. എനിക്കിതിലൊന്നും യാതൊരു വിശ്വാസവും ഇല്ല. തൃച്ചംബരത്ത് അനന്തരാവകാശിയായിട്ട് പുതിയ മരുമകൾ വന്നില്ലെങ്കിൽ അച്ഛന്റെ ജീവൻ പൊലിഞ്ഞു പോവത്രേ. ഇവരൊന്നും ജീവിക്കുന്ന ഈ നൂറ്റാണ്ടിലല്ലേ? മനുഷ്യനോട് ക്രൂരത കാണിക്കുന്ന ഏതെങ്കിലും ഒരു ദൈവം എവിടെയെങ്കിലും ഉണ്ടെന്ന് നീ കേട്ടിട്ടുണ്ടോ? തൃച്ചംബരത്തുള്ളവരെല്ലാം തികഞ്ഞ വിശ്വാസികളല്ലേ അരവിന്ദ്? പ്രത്യേകിച്ച് ആന്റിയും കല്യാണിയും. അത് ശരിയായ വിശ്വാസമല്ല, അതിന് അന്ധവിശ്വാസം എന്ന് പറയും. തികഞ്ഞ അന്ധവിശ്വാസം. അയ്യേ, എനിക്കെന്റെ ബ്രോയുടെ കാര്യത്തിലെ വിഷമം. ബ്രോയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എനിക്കിതൊന്നും സഹിക്കാനാവില്ലായിരുന്നു. എതിർത്തേനെ ഞാൻ. എന്ത് വില കൊടുത്ത് ഇങ്ങനൊരു തീരുമാനം എടുക്കാൻ സമ്മതിക്കില്ലായിരുന്നു ഞാൻ. ഏതായാലും അരവിന്ദ് ഇങ്ങനെ വിഷമിക്കാതെ. എന്തായാലും ഇതിനൊരു പരിഹാരം ഉണ്ടായല്ലേ പറ്റൂ. ഇതിനൊരു പരിഹാരം ഉണ്ടാവും. അച്ഛന്റെ ജീവന്റെ പേരിൽ കല്യാണി ബ്രോയെ എന്നേക്കായിട്ട് ഉപേക്ഷിക്കും. എന്നിട്ട് സ്വന്തം ജീവിതവും സഫലീകരിക്കേണ്ട സ്വപ്നവും തകർത്ത് ബ്രോ മറ്റൊരു പെണ്ണിന്റെ കഴുത്തിൽ താലിയും കിട്ടും. അതാണല്ലോ സംഭവിക്കാൻ പോകുന്നത്. മനസ്സുകൊണ്ട് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തൊരു പെണ്ണിനോടൊപ്പം ബ്രോ ദുരിത ജീവിതം നയിക്കും. അങ്ങനെയൊന്നും വരില്ലെന്ന് നമുക്ക് വിശ്വസിക്കാം അരവിന്ദ്. വെറുതെ വിശ്വസിച്ചിട്ട് എന്ത് കാര്യമാണ് നന്ദന? ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നടക്കാൻ പോകുന്ന കാര്യങ്ങളല്ല ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പോസിറ്റീവായിട്ട് ചിന്തിക്ക അരവിന്ദ്. മനസ്സിൽ നിന്ന് ഇത്തരം ചിന്തകളൊക്കെ മാറ്റിവെക്ക്. ഇങ്ങനെയൊന്നും നടക്കില്ല, നടക്കാൻ പാടില്ല. നമുക്ക് എങ്ങനെയെങ്കിലും കല്യാണി ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കാം. നീ ടെൻഷൻ ആവാതിരിക്കേ. നിന്റെ ടെൻഷൻ കാണാൻ എനിക്ക് വയ്യ. സമാധാനമായിട്ടിരിക്കെ. എനിക്ക് നിന്നോട് ഒരു ഒറ്റ ചോദ്യം ചോദിക്കാനുള്ളൂ. മൂത്ത മരുമകളുടെ സ്ഥാനത്ത് ഇളയ മരുമകളായ നിനക്കാണ് ഇങ്ങനൊരു അവസ്ഥ വന്നിരുന്നെങ്കിൽ എന്നെ ഉപേക്ഷിച്ച് മറ്റൊരുവളെ കണ്ടെത്തി എന്നെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ തയ്യാറാവോ നീ? അതെ, ഞാനും നീയും ചെയ്യുന്നത് പരോപകാരം. പക്ഷെ അത് ഇവിടെ ഉള്ളവരാരും ആ അർത്ഥത്തിലും മനസ്സിലാക്കുകയില്ല. ശിവരാമേട്ടന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി നീ ചെയ്യുന്നതേ ഈ ലോകത്ത് ഒരു പെണ്ണും ചെയ്യാൻ തയ്യാറാകാത്ത ത്യാഗം. ശിവരാമേട്ടൻ ജീവിച്ചിരിക്കണമെന്ന ആത്മാർത്ഥമായ ആഗ്രഹമുള്ളതുകൊണ്ടും നിന്റെ ഈ ധർമ്മസങ്കടം കണ്ട് മനസ്സലിഞ്ഞും ഞാൻ ചെയ്യുന്ന ഒരു ഉപകാരം. ഇതൊക്കെ മറ്റുള്ളവരുടെ നോട്ടത്തിൽ അവര് തെറ്റായിട്ടേ കാണത്തുള്ളൂ. എന്നാലും സാരമില്ല, എനിക്കിപ്പോ നിന്നെ സഹായിച്ചല്ലേ പറ്റുള്ളൂ. മാഡം പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. അതെ, ആനന്ദിനൊരു വധുവിനെ കണ്ടെത്തുന്ന കാര്യത്തില് നിന്നെ ഞാന് സഹായിക്കാം. അതിനായി ഈ ലാപ്ടോപ്പുമായി ഞാൻ വന്നത്. ലാപ്ടോപ്പ് കൊണ്ട് എന്ത് ചെയ്യാനാ മാഡം? കല്യാണി, നീ ഒറ്റയ്ക്ക് കല്യാണാലോചനകൾ നടത്തിയാലൊന്നും തൃച്ചംബരത്ത് ആനന്ദകൃഷ്ണന് പെണ്ണ് കിട്ടില്ല. തന്നെയുമല്ല, ഇങ്ങനെയൊന്നും അല്ല ഇപ്പോഴത്തെ കല്യാണാലോചനകള്. അത് കൂടുതലും മാട്രിമോണിയിലൂടെയാ നടക്കുന്നത്.
കല്യാണാലോചനകൾ നടത്തുന്നത് തൃച്ചംബരം പോലുള്ള വലിയ തറവാടുകളിൽ നിന്നാ. അവരോടൊക്കെ നീ സംസാരിച്ചാൽ എങ്ങനെയാ ശരിയാവുന്നേ? തറവാട്ടുകാരാണ് തറവാട്ടുകാരോട് സംസാരിക്കേണ്ടത്. ഞാനൊരു തറവാട്ടുകാരി ആയതുകൊണ്ട് എനിക്ക് നിന്നെ സഹായിക്കാൻ പറ്റും. ഞാൻ നിന്നെ സഹായിക്കാം. എന്താ?